പെണ്ണിനി ആരോ നുണ പറയാനാ എന്ത് പറയണത്? നീ പിച്ചും പേയും പറഞ്ഞ് രാവിലെ എവിടെ പോണേ? ശംഭു മീനും കൊണ്ടുവന്നിട്ട് പോയ ചേച്ചി. അവൻ കുറച്ചു നേരം മുമ്പ് വന്നിട്ട് പോയതല്ലോടി. എനിക്ക് പിന്നെ ഇന്നലത്തെ അയലക്കറി ഇരിക്കൊണ്ട് ഞാൻ മേടിച്ചില്ല. മറ്റേ അവള് വന്നു ഏട്ടാ. ആരടി? മറ്റേ ഷീലയുടെ മോളെ ചേച്ചി ബാംഗ്ലൂർ പഠിക്കാൻ പോയാ. ജോലി കിട്ടിയോണ്ട് മിക്കവാറും കൊച്ചു ലീവിന് വന്നതായിരിക്കും. നമ്മളെ ബാബു അണ്ണനെ വെറ്റക്കൊടിയിൽ കയറാൻ നേരത്തെ ഒരു നിക്കർ ഇട്ടോണ്ടിരിക്കൂലേ, ആ നിക്കർ ഇട്ടോണ്ടാണ് പെണ്ണ് അവിടെ നിൽക്കുന്നത്. പോരാഞ്ഞ് കാലിലൊരു ചരട്. നമ്മളെ പോലെയുള്ള പഴയ കാലഘട്ടമൊന്നും അല്ലല്ലോ ഇപ്പോഴും. നീ ആ തള്ള വൈബ് വിട്ടിട്ട് പിള്ള വൈബ് ആവ്. നമുക്ക് എന്തൊരു ജീവിതം ചേച്ചി. ആരെങ്കിലും ഒക്കെ കൊതിയും നുണയും പറഞ്ഞങ്ങ് പോണം. പിന്നെ പെണ്ണിനെ പറ്റി നാട്ടുകാർ വേറെയും പലത് പറയാനുണ്ടാ. നീ എന്തിനാണ് സുമേ ഇല്ലാത്ത കാര്യങ്ങൾ പറയണത്? അയ്യോ, ഈ ഇരിക്കും ഭൂമി അമ്മ സത്യമായിട്ടും കള്ളല്ലേ ചേച്ചി. പെണ്ണിനവിടെ മരുന്നടിയുണ്ട്. റബ്ബറിന് മരുന്നടിയാ? റബ്ബറിനും പയറിനൊന്നും അല്ല. പെണ്ണിപ്പോ അച്ചപ്പത്തിന്റെ ഡിസൈൻ കണക്കാണ് പുക വലിച്ചു വിടണേന്ന്. ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചോട്ട് നീ പറഞ്ഞതിൽ വല്ല സത്യം ഉണ്ടോന്ന്. ചേച്ചി ഞാൻ പറഞ്ഞൊന്നും പറയല്ലേ. ആ പെണ്ണ് രാവിലെ അക്ലിയും പുക്ലിയും കാണിങ്ങനെ ഡ്രസ് ഇട്ടുകൊണ്ട് പോയിരിക്കുന്നു. ബാലമുരളിയെ കണക്കാവാ. ബാലമുരളി അല്ലടി, ബോബ് മാർലി. ഏത് ബോബ് മാർലി ആയാലും പെണ്ണ് കയ്യിന്ന് പോയ ചേച്ചി. രണ്ടുപേരോട് ആരുടെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്നേ? മക്കളെ കാര്യം പറഞ്ഞ് മാമി ഇപ്പൊ നാക്കെടുത്ത് ആദ്യം ഇട്ടേ ഉള്ളൂ. എന്തായാലും മക്കള് ബാംഗ്ലൂർ പോയിട്ട് വന്നിട്ട് നമ്മളവിടുത്തെ സംസ്കാരം കളയാതെ വന്നല്ലോ, അത് മതി.